സൗബിൻ ഷാഹിർ പ്രതിയായ മഞ്ഞുമൽ ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. എറണാകുളം DCP വിനോദ് പിള്ളയ്ക്കാണ് മേൽനോട്ട ചുമതല. എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ലത്തീഫും സംഘവുമാണ് കേസ് അന്വേഷിക്കുക. കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ നേരത്തെ DGPയെ സമീപിച്ചിരുന്നു. നവമി ദിനേശ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. നവമി, നേരത്തെ ഈ മരട് പോലീസ് സൗബിൻ ഷാഹിറിനെയും ഒപ്പം തന്നെ കേസിലെ മറ്റു പ്രതികളെയും ചോദ്യം ചെയ്തതാണ്. അന്ന് ഈ കേസ് പണം നൽകി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കരുതി, പക്ഷേ അതുണ്ടായില്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസം സൗബിൻ ഷാഹിർ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് അതും തള്ളിയ സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ, ഈ കേസ്, ഈ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്? സൗത്ത് ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ മഞ്ഞുമൽ ബോയ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 തവണയാണ് സൗബിനെയും ഒപ്പം തന്നെ സഹനിർമ്മാതാക്കളായിട്ടുള്ള മറ്റ് 2 പേരെയും ചോദ്യം ചെയ്യുകയും ആവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം വിട്ടയക്കുകയും ചെയ്തത്. ഇവർ 3 പേർക്ക് മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അന്വേഷണത്തോട് അവിശ്വാസമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പരാതിക്കാരനായിട്ടുള്ള സിറാജ് DGPക്ക് കത്തയച്ചത്. അതിൽ പറയുന്നത് ഇതിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്, വളരെ വ്യാപ്തിയുള്ള ഒരു കേസാണ്, പക്ഷേ ഇതിലെ പല രേഖകളും പോലീസ് തന്നെ എടുത്തു മാറ്റുന്ന രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട രേഖകൾ, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് താൻ സമർപ്പിച്ചതടക്കമുള്ള രേഖകൾ ഇപ്പോൾ കാണാനില്ല. ഇതിൽ പോലീസ് ഈ ആരോപണ വിധേയർക്കൊപ്പം നിന്നുകൊണ്ട് ഈ കേസ് നന്നായി തന്നെ പോകുക, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയി തനിക്ക് നീതി ലഭിക്കുകയില്ല എന്നൊരു സംശയം ഈ പരാതിക്കാരൻ DGPക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് DGP ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ മേൽനോട്ട ചുമതല കൊച്ചി സിറ്റി DCP വിനോദ് പിള്ളയ്ക്കായിരിക്കും. 7 കോടി രൂപയുടെ തട്ടിപ്പായതിനാൽ ഇതൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ചുമതല ക്രൈംബ്രാഞ്ച് DYSP ആണ് ഇത് അന്വേഷിക്കുന്നത്. ഒപ്പം 2 ACPമാരും ഈ സംഘത്തിലുണ്ടാകും, രാജ്കുമാറും ഈ സംഘത്തിലുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൗബിനെ അങ്ങനെയാണെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൂടി കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ സൗബിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നിൽ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ED അന്വേഷണവും സമാനമായ രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ഈ സിനിമാ നിർമ്മാണ വേളയിൽ ഈ പരാതിക്കാരനായ സിറാജിൽ നിന്നും 7 കോടി രൂപയാണ് ഈ നിർമ്മാതാക്കളായിട്ടുള്ള സൗബിനും മറ്റ് 2 പേരും വാങ്ങിയത്. അതിന്റെ രേഖകളടക്കം ബാങ്കിലൂടെയും ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖകളടക്കം സിറാജ് പോലീസിന് സമർപ്പിക്കുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണത്തിൽ സിറാജിനെ പറ്റിച്ചതായി, ലാഭവിഹിതം പോലും ഈ നിർമ്മാതാക്കൾ നൽകിയില്ല എന്ന് കൃത്യമായി കണ്ടെത്തുവാനും കഴിഞ്ഞു. അതുതന്നെയാണ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം പോലീസ് പറയുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അന്വേഷണത്തിനായി ചോദ്യം ചെയ്യലിനായി പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന് ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് DGPയെ സമീപിച്ചിരുന്നു. DGPക്ക് പരാതി നൽകിയിരുന്നു. അത്തരമൊരു ആരോപണം ഉന്നയിക്കാനുള്ള കാര്യം എന്താണ്? കാരണം അങ്ങനെ ഇയാളെ സ്വാധീനിക്കാൻ, ഈ പരാതിക്കാരനെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? ഇതിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ മരട് പോലീസിനെതിരെ ഒരു ആരോപണം ഉയർന്നിരുന്നു. ഈ സിറാജ് തന്നെ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ ചില നിർണായക വിവരങ്ങൾ, അതും ഇവരുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടിൽ പണം കൈമാറിയതിന്റെ റെസീപ്റ്റുകൾ, മറ്റു ചില നിർണായക തെളിവുകളെല്ലാം തന്നെ പോലീസിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. അത് പിന്നീട് കാണാനില്ല എന്നുള്ളൊരു മറുപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചത്. ACP ഈ കേസ് ഫയൽ പരിശോധിച്ചതിന് ശേഷമാണ് ഈ ചില ഫയലുകൾ കാണാതെ പോയത് എന്ന ആരോപണം കൂടിയാണ് സിറാജ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോപണ വിധേയരായിട്ടുള്ള, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവരാണ്, ഒരുപാട് സ്വാധീനമുള്ളവരാണ് സൗബിനും മറ്റ് 2 പേരും. ആ രീതിയിലേക്ക് സൗബിന് അത്രയും പിടിപാടുള്ള ഒരു വ്യക്തി ആയതിനാൽ ഈ കേസ് അട്ടിമറിച്ച് തനിക്ക് നീതി ലഭിക്കാത്ത രീതിയിലേക്ക് പോകുമോ എന്നൊരു സംശയം, അങ്ങനെ ഒരു ആരോപണമാണ് സിറാജ് ഇവിടെ ഉന്നയിക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതിയെ സമീപിക്കുകയും പിന്നീട് നിയമ നടപടി അഭിഭാഷകൻ മുഖേന കോടതിയിലടക്കം ഇത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക്
ഈ പരാതിക്കാരൻ കടന്നിരുന്നു. ഇതിനെ തുടർന്നാണ് DGP ഇതിലൊരു അന്വേഷണത്തിലേക്ക് പ്രത്യേക സംഘത്തെ നിയോഗിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണ ചുമതല മറ്റൊരു ഉയർന്ന ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ മരട് പോലീസിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ഒരു കൈക്കൂലി കേസിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ കടന്നിരുന്നു. ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ തനിക്ക് സംശയമുണ്ട്, അവർ തനിക്ക് നീതി തേടിത്തരില്ല, അല്ലെങ്കിൽ തൻ്റെ പണം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോകുമോ എന്നൊരു സംശയം പരാതിക്കാരനുള്ളത് കൊണ്ടാണ് DGPക്ക് ഈ ഒരു പരാതിയുമായി എത്തുകയും ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി അടക്കം കഴിഞ്ഞ ദിവസം നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സൗബിന്റെ ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇളവ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത് ദുബായിൽ ഒരു സാക്ഷിയുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ടൊരു സാക്ഷിയുണ്ട്, അയാളെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ സൗബിനെ വിദേശത്തേക്ക് അയക്കരുതെന്ന് പറഞ്ഞു. ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ.